നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ നിയമപരമായിട്ടുള്ള സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്. ഒരു കേസിൽ ജാമ്യം ലഭിച്ച ഉടനെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് നടത്തിയ ആ ഒരു പ്രതികരണം, അത് എന്നെ കുടുക്കിയവരെ ഞാൻ കുടുക്കും എന്ന ചുരുങ്ങിയ വാക്കുകളിലുള്ള വെല്ലുവിളി കേവലം ഒരു പ്രതിയുടെ രോഷപ്രകടനം എന്നതിലുപരിയായി വലിയൊരു ഗൂഢാലോചനയുടെ സൂചനയായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം ഇത് അവഗണിച്ചുവെങ്കിലും കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവും അവർക്ക് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ പ്രസ്താവനയെ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾ ലക്ഷ്യമിട്ട് അന്വേഷണ സംഘം തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കുകയും കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണ നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ജയിലിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിശദമായിട്ട് ചോദ്യം ചെയ്തത് ഈ കേസിലെ വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ശബരിമലയിലെ ശ്രീകോവിൽ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും അടക്കമുള്ള അമൂല്യ വസ്തുവകകളുടെ മോഷണത്തിൽ അടിയന്തരമായിട്ട് വ്യക്തത വരുത്തേണ്ടതായിട്ടുള്ള ചില രഹസ്യ വിവരങ്ങൾ കണ്ടെത്താനാണ് SIT ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ നിയമക്കുരുക്കിൽപ്പെടുത്തിയ യഥാർത്ഥ സൂത്രധാരന്മാരെ വെളിപ്പെടുത്തുമെന്ന പോറ്റിയുടെ നിലപാടിൽ അന്വേഷണ സംഘത്തിന് വലിയ വിശ്വാസമുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മാഫിയ സംഘങ്ങളുമായും രാഷ്ട്രീയ ഉന്നതരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വലിയ സ്രാവുകൾ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന വിവരമാണ് ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരുന്നത്. ഇതോടെ കേവലം ഒരു വ്യക്തി നടത്തിയ മോഷണം എന്നതിലുപരിയായിട്ട് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു സംഘടിത കുറ്റകൃത്യമാണെന്ന നിഗമനത്തിൽ SIT എത്തിച്ചേർന്നിരിക്കുകയാണ്. ശബരിമല പോലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സമയത്ത് പോലും നടന്നിട്ടുള്ള ഈ കൊള്ള ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധ്യമല്ല എന്ന വസ്തുത അന്വേഷണ സംഘം തിരിച്ചറിയുന്നുണ്ട്. ഈ മോഷണത്തിൻ്റെ ആസൂത്രണത്തിന് പിന്നിൽ ആ കാലയളവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങൾ, ശബരിമല തന്ത്രി കൂടാതെ ഭരണനിർവഹണത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലും ഉപരിയായി ഈ വകുപ്പിന് നേതൃത്വം നൽകിയിരുന്ന മന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരമൊരു വൻകിട മോഷണം നടക്കില്ല എന്ന വാദത്തിന് ഇപ്പോൾ കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുകയാണ്. ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പലരും ഇതിനോടകം തന്നെ നിയമത്തിന് മുന്നിൽ വരികയും തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ CPMൻ്റെ ഉന്നത നേതാക്കളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമൊക്കെ തന്നെ തന്ത്രിയും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 2 മാസമായിട്ട് ജയിലിൽ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മുൻപ് പലതവണ പേര് പരാമർശിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണ് ഈ കേസിൽ ഇനിയും അറസ്റ്റിലാകാനായിട്ട് ബാക്കിയുള്ള പ്രമുഖ വ്യക്തി. മുൻപ് ചോദ്യം ചെയ്തപ്പോൾ രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കപ്പെട്ടുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ പക്കലുള്ള തെളിവുകൾ വെളിപ്പെടുത്താൻ തയ്യാറായതോടുകൂടി അന്വേഷണ സംഘത്തിന് ഇനി നിഷ്ക്രിയമായിരിക്കാനായിട്ട് കഴിയില്ല. മുരാരി ബാബുവിനെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്ന ഭയം അധികൃതർക്കുണ്ട്. ഫെബ്രുവരി 1-ാം തീയതിയോടെ കട്ടളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായിട്ട് 90 ദിവസം പൂർത്തിയാകാൻ പോവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം മൂലം ഫെബ്രുവരി 15-നകം കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പോറ്റി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മന്ത്രിയുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടാൽ അത് സർക്കാരിനും അന്വേഷണ സംഘത്തിനും വലിയ തിരിച്ചടിയായി മാറും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് SIT ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. ഫെബ്രുവരി ആദ്യ വാരത്തോടെ തന്നെ ഈ കേസിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകളോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പുതിയ നടപടികളോ ഉണ്ടാകുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. കേരള സർക്കാരിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ കേസിൽ സജീവമായിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നത് ഇതിൻ്റെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളും തെളിവുകളും ആവശ്യപ്പെട്ട് ED ഇതിനോടകം തന്നെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. സംസ്ഥാന അന്വേഷണ സംഘം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി EDക്ക് കൈമാറിയതായിട്ടാണ് ലഭ്യമാകുന്ന വിവരം. സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കള്ളപ്പണം വെളുപ്പിക്കലിനെക്കുറിച്ചും ED നടത്തുന്ന അന്വേഷണം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നതാണ്. ചുരുക്കത്തിൽ നിയമത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മുറുകുന്നതോടെ മുൻമന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമായി തീരുന്ന ഒരു രാഷ്ട്രീയ നിയമ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുന്നത്.